യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിന്റെ സന്തോഷം പങ്കിടുകയാണ്. ഈ സായാഹ്നത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും സ്വർഗത്തിന്റെ ദൂത് കേൾക്കുവാനും പിതാവായ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ദൈവത്തിന് നമുക്ക് നന്ദി പ്രകാശിപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഉന്നതങ്ങളിൽ നിന്നും ദാനങ്ങൾ വർഷിക്കുന്നവനെ, ഇപ്പോൾ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ തക്കവിധം എല്ലാ ദൈവമക്കളെയും കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. കേൾക്കുന്ന വചനങ്ങളും ആത്മീയ ദൂതുകളും ജീവന്റെ അടിസ്ഥാനമായി മാറാൻ തക്കവിധം എല്ലാ ജീവിതങ്ങളെയും പിതാവേ കരുണാർദ്രമായി അവിടുന്ന് സ്പർശിക്കണമേ. അന്ധകാരങ്ങളും തിന്മകളും മാറിപ്പോകട്ടെ. പൈശാചിക പീഡകളും തിന്മയുടെ ആധിപത്യങ്ങളും തകർന്ന് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയുമായ ഒരു അഭിഷേകം ഈ നിമിഷം തന്നെ ദൈവമക്കൾക്ക് ദാനമായി ലഭിക്കട്ടെ. ഓരോ കുടുംബത്തെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ഓരോ വ്യക്തികളെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ പിതാവേ, അനുഗ്രഹിക്കണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അഭിഷേകാഗ്നി പ്രോഗ്രാം ഷാലോം ചാനലിലൂടെ വീക്ഷിക്കുന്ന അനേകം വ്യക്തികൾക്ക് അവരുടെ ജീവിതങ്ങളിൽ സൗഖ്യവും വിടുതലും ദൈവം സമൃദ്ധമായി നൽകുന്ന അനുഭവങ്ങൾ കത്തുകളിലൂടെ അനേകർ അച്ഛനെ അറിയിക്കാറുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന്റെ പേര് മേരി, വീട് എറണാകുളം. അവർ പറയുന്നത് ശ്രദ്ധിക്കുക. ഞായറാഴ്ചയിലെ 8:30 മുതലുള്ള TV പ്രോഗ്രാം ഷാലോം ചാനലിൽ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും കാണാറുണ്ട്. ഒരു ദിവസം അച്ഛൻ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ആത്മീയത നൽകി. ഞങ്ങൾ അപ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്കും പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ അനുഗ്രഹം നൽകണമേ. പിറ്റേ ദിവസം തന്നെ ദൈവം ഞങ്ങളെ വെളുപ്പിന് തന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഇന്ന് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് 10 മിനിറ്റുള്ളപ്പോൾ ഞങ്ങൾ എഴുന്നേൽക്കുന്നു. പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ജോലികളും ആരംഭിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കാം. എന്റെ പേര് എൽസി. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാം എല്ലാ ആഴ്ചകളിലും കാണാറുണ്ട്. ഒരു ദിവസം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എന്റെ ഭർത്താവും കൂടി പറഞ്ഞു, ഞങ്ങളുടെ വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന സ്ഥലം കർത്താവെ അവിടെ നിറവിട്ട് വിറ്റു തരണമേ. താമസിക്കുന്ന വീടിന്റെ കടം വീട്ടാനുണ്ടായിരുന്നു. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന സമയമായിരുന്നു അത്. ഞങ്ങൾ കർത്താവിനോട് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ ആ സ്ഥല വിൽപ്പന നടന്നു. വഴിയില്ലാത്തതിനാൽ വിൽക്കാൻ പറ്റാതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമായിരുന്നു അത്. എന്നാൽ ദൈവം ഇടപെട്ട് അത്ഭുതകരമായി അതിന്റെ വിൽപ്പന നടന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിരവധി വ്യക്തികളുടെ കുടുംബങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പരിശുദ്ധാത്മ അഭിഷേകങ്ങളും ദൈവം ദാനമായി നൽകുന്നു. എല്ലാം അറിയുന്ന ദൈവത്തിന് കോടാനുകോടി നന്ദി പ്രകാശിപ്പിക്കുന്നു. പിതാവേ, എല്ലാ സ്തുതിയും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് മാത്രമായിരിക്കട്ടെ. ഈ രാത്രിയിലും അനേകരെ സ്പർശിക്കണമേ.
ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളെ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖിതരായവരെ അവിടുന്ന് സ്പർശിക്കണമേ. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ സാമ്പത്തിക ഞെരുക്കമുള്ളവരെ അവിടുന്ന് ഇടപെട്ട് സഹായിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും പിതാവേ പുത്രന്റെ നാമത്തിൽ ഈ ക്രിസ്മസ് രാത്രിയിൽ അങ്ങയുടെ മക്കൾക്കായി അവിടുന്ന് വാരി വിതരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി പുൽക്കൂട്ടിൽ ജാതനായി ഒരു കീറത്തുണി ഉടുത്ത് കാലികളുടെ സങ്കേതമായ ഒരു പുൽത്തൊഴുത്തിൽ മിന്നാമിനുങ്ങ വെളിച്ചത്തിൽ അവിടുന്ന് ജാതനായി. വലിയ കൊട്ടാരത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ എല്ലാവിധ പ്രൗഢിയോടും കൂടെ അവിടത്തേക്ക് ജനിക്കാമായിരുന്നു. എങ്കിലും അവിടുന്ന് ദാരിദ്ര്യത്തിന്റെ മേൽ ദാരിദ്ര്യം സ്വീകരിച്ച് പരമദരിദ്രനായി ഒരു പുൽക്കുടിലിൽ പിറന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. എന്തുകൊണ്ടാണ് സർവാധിപതിയായ ദൈവത്തിന്റെ പുത്രൻ ഇതുപോലെ പരമദാരിദ്ര്യത്തിൽ ജനിച്ചത്? ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. അനേകർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, ഇത് യേശുക്രിസ്തു നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടി വന്നതാണ്. എന്നാൽ അതല്ല ദൈവവചനം നമ്മെ പഠിപ്പിച്ചു തരുന്ന മർമ്മം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. യേശുക്രിസ്തു പുൽക്കൂട്ടിൽ ജനിക്കുന്നത് വരെ യേശുക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു? ബൈബിൾ പഠിപ്പിക്കുന്ന പ്രകാരമാണ്. അവിടുന്ന് പിതാവിനോട് സമനായിരുന്നെങ്കിലും ആ സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസന്റെ രൂപം സ്വീകരിച്ച് അവൻ വിനീതനായി വന്ന്. അപ്പോൾ പുൽക്കൂട്ടിൽ ജനിക്കുന്നത് വരെ യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് സമനായിരുന്നു. പിതാവായ ദൈവത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? റോമാലേഖനം 9-ാം അധ്യായം 5-ാം വാക്യം, അവിടുന്ന് സർവാധിപതിയായ കർത്താവത്രേ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായം 15-ാം വാക്യം, അവൻ വാഴ്ത്തപ്പെട്ടവനും ഏകപരമാധികാരിയും രാജാക്കന്മാരുടെ രാജാവും പ്രഭുക്കന്മാരുടെ പ്രഭുവുമാകുന്നു. സകലത്തിന്റെയും അധിപതിയാണ് ദൈവം. എല്ലാ രാജാക്കന്മാരുടെയും രാജാവ്, എല്ലാ ചക്രവർത്തിമാരുടെയും ചക്രവർത്തി, എല്ലാ ഐശ്വര്യങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അധിപതി, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ. ഇതാണ് ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്ന പിതാവായ ദൈവം. പിതാവായ ദൈവത്തിന് മുകളിൽ ഒന്നുമില്ല, എല്ലാം അവിടുത്തെ അധികാരത്തിന് കീഴിൽ. അവിടുന്ന് സർവാധിപതിയായ ദൈവം, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദൈവം, എല്ലാ ഐശ്വര്യത്തിന്റെയും നിറവ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തോട് സമനായിരുന്നു പുത്രനായ യേശുക്രിസ്തു. പിതാവും പുത്രനും, പിതാവും യേശുവും ഒരേപോലെ ഐശ്വര്യത്തിന്റെ സമൃദ്ധി പങ്കിട്ടിരുന്നു. എന്നാൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ യേശു പരമദരിദ്രനായി ജനിച്ച്, സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ടൊരു പിള്ളത്തൊട്ടിലില്ല, നല്ലൊരു ഉടുപ്പില്ല, നല്ലൊരു വിളക്കില്ല, ഒന്നുമില്ലാതെ ഇല്ലായ്മയുടെ നടുവിൽ പരമദരിദ്രനായി യേശു ജനിച്ചു. യേശു മരിക്കുന്നതും പരമദാരിദ്ര്യത്തിൽ, യേശു ജീവിച്ചതും പരമദാരിദ്ര്യത്തിൽ, യേശു അടക്കം ചെയ്യപ്പെട്ടതും പരമദാരിദ്ര്യത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം യേശുക്രിസ്തുവിന്റെ അവസ്ഥ എന്തായിരുന്നു? വെളിപാടിന്റെ പുസ്തകം അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് വെളിപ്പെടുത്തി തരുന്നത്. പ്രതാപിയായ കർത്താവ്, വലിയ സിംഹാസനം, സ്വർണ്ണ സിംഹാസനം, വലിയ മഹത്വത്തിന്റെ ദൈവം, വലിയ അഭിഷേകവും തേജസ്സും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ്, ചെങ്കോലും കിരീടമുള്ളവൻ, മഹത്വ പ്രതാപിയായ കർത്താവിനെയാണ് വെളിപാടിന്റെ പുസ്തകം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ യേശുക്രിസ്തു വഹിച്ച ദാരിദ്ര്യം ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന സെക്കൻഡ് മുതൽ മരിച്ചുയർത്തെഴുന്നേൽക്കുന്ന നിമിഷം വരെയായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തു ഈ ദാരിദ്ര്യം വഹിച്ചത്? അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വ്യക്തമായി ദൈവമക്കൾക്ക് അറിവ് തരുന്നുണ്ട്.
കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം വചനപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അവൻ മഹാസമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി പരമദരിദ്രനായി. അത് തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു പാപം അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്നതുപോലെ തന്നെയുള്ള വലിയൊരു രക്ഷാകര രഹസ്യമാണ് നമ്മുടെ ദാരിദ്ര്യം. മനുഷ്യകുലത്തിന് ദാരിദ്ര്യം എന്ന തിന്മ അവിടുത്തെ ശരീരത്തിൽ അവിടുന്ന് ഏറ്റെടുത്തു. ഇത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതൊരു വലിയ രഹസ്യമാണ്. ദൈവവചനത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു വലിയ രക്ഷാകര രഹസ്യമാണിത്. ഹല്ലേലൂയ. ഈ തത്വത്തെ ഒരു വ്യക്തി അറിഞ്ഞ് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കർത്താവ് രക്ഷിതാവായി പൂജിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ ദൈവം ഇടപെടും. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക മണ്ഡലം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയരാൻ, അഭിഷേകങ്ങൾ സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയരാൻ, പ്രാർത്ഥനാ ജീവിതം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയരാൻ, സാമ്പത്തിക ജീവിതം സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ഉയരാൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് ഉയരാൻ, കൃപാവരങ്ങൾ അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് ഉയരാൻ കർത്താവ് സമൃദ്ധി കൊണ്ട് അവനെ കിരീടമണിയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അത്രമാത്രം ഈ ഒരു മനുഷ്യന്റെ ഇല്ലായ്മയുടെ മേൽ അധികാരം, വിടുതൽ നൽകാൻ അധികാരമുണ്ട്. ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. 2006 നവംബർ 15 മുതൽ തൃശൂർ ശക്തൻ നമ്പരാൻ നഗറിൽ ദൈവശബ്ദം കൺവെൻഷൻ നടക്കുകയാണ്. മണ്ണൂത്തി പ്രദേശത്ത് നിന്ന് ഒരു ദൈവ പൈതൽ കൺവെൻഷന് വന്നു. അദ്ദേഹം ഭാരിച്ച കടബാധ്യതയുമായി കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പ്രാർത്ഥിച്ച് പിതാവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് അപേക്ഷിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൺവെൻഷന്റെ 4-ാം ദിവസം അദ്ദേഹം സ്റ്റേജിലേക്ക് വന്ന് ആ തൃശൂർ ശക്തൻ നഗറിൽ കൂടിയിരുന്ന സകല ജനങ്ങളും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സംഗതിയുണ്ട്. ആദ്യത്തെ ദിവസം ധ്യാനം കൂടി ദൈവവചനം കേട്ട് യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് ഭവനത്തിൽ ചെന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വിൽക്കാൻ പറ്റാതെ മുടങ്ങിക്കിടക്കുന്ന സ്ഥലത്തിന്റെ വിൽപ്പനയ്ക്ക് ആളുകൾ വരികയും ആ സ്ഥല വിൽപ്പന നടക്കുകയും തീരെഴുത്ത് നടക്കുകയും കൺവെൻഷന് 4-ാം ദിവസം ആകുമ്പോഴേക്കും എല്ലാ ഇടപാടുകളും നടന്ന് കടം വീട്ടി അദ്ദേഹം അത്ഭുത വിടുതൽ പ്രാപിച്ച് സന്തോഷത്തോടെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വരാൻ തക്കവിധം ദൈവം ഇടപെട്ട ചരിത്രം അദ്ദേഹം കൺവെൻഷൻ ഗ്രൗണ്ടിൽ സ്റ്റേജിൽ വിളിച്ചു പറഞ്ഞ് സകല ജനത്തോടൊപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പുൽക്കൂട്ടിൽ പരമദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ ഉണ്ണി യേശു പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ദാരിദ്ര്യമാണ് സ്വന്തം ശരീരത്തിൽ വഹിക്കുന്നത്. പ്രാർത്ഥിക്കാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ വിശ്വസിക്കുക മകനെ, വിശ്വസിക്കുക മകനെ, വിശ്വസിക്കുക മകളെ. ഈ നിമിഷം വിശ്വസിച്ച് യേശുവിനെ വിളിച്ചാൽ യേശു ക്രിസ്തു കടന്നു വന്ന് ഇപ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ വലിയ വ്യത്യാസങ്ങളെ അവൻ വരുത്തും. പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ദാരിദ്ര്യം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പുത്രനായ യേശു ക്രിസ്തുവിനെ ദാരിദ്ര്യം വഹിക്കുന്നവനായി ഭൂമിയിലേക്ക് അയച്ചു. അവൻ ദാരിദ്ര്യത്തിൽ ജനിച്ചു, ദാരിദ്ര്യത്തിൽ ജീവിച്ചു, ദാരിദ്ര്യത്തിൽ കുരിശിൽ കിടന്ന് മരിച്ചു, ദാരിദ്ര്യത്തിൽ അടക്കം ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ ദാരിദ്ര്യമെന്ന തിന്മ സ്വന്തം ശരീരത്തിൽ വഹിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഞങ്ങളുടെ തകർച്ചയുടെ ബന്ധനങ്ങൾ മാറട്ടെ. കുടുംബത്തിൽ വിടുതലില്ലാതിരിക്കുന്ന സാമ്പത്തിക മണ്ഡലത്തിന്റെ എല്ലാ മേഖലകളിലും അത്ഭുത വിടുതൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ, കർത്താവിന്റെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, സ്നേഹത്തിനിത്രയും ആഴമോ, വാത്സല്യമിത്രയും ശ്രേഷ്ഠമോ, കണ്ണീരുമായ്ക്കും സ്നേഹമേ നിൻ കാരുണ്യമിത്രയും ദീപ്തമോ, നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. മനുഷ്യനായി മണ്ണിൽ അവതരിച്ച് 33 വർഷക്കാലായി ഭൂമിയിൽ ജീവിച്ച് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു ദിവ്യകാരുണ്യ രൂപനായി ഇപ്പോൾ ഇതാ നമ്മോട് കൂടെ. മകനെ, മകളെ, ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ശാന്തമായിരിക്കുക. കണ്ണടച്ച് ഭക്തിപൂർവം കരങ്ങൾ തുറന്നു പിടിച്ച് ഈ പ്രാർത്ഥനയോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. ഇത് സ്വർഗം ഭൂമിയെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണ്. പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് തകർന്ന കുടുംബങ്ങളെ പ്രത്യേകമായി എടുത്തു വെക്കുന്നു. ജോലിയില്ലാതെ ക്ലേശിക്കുന്ന മക്കളെ കൊണ്ടുവരുന്നു. ജോലിയില്ലാത്തതിന്റെ ഭാരനിമിത്തം നിരാശ കൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും കൊണ്ടുവരുന്നു. ഉപജീവന മാർഗം തടസ്സപ്പെട്ട് നിരാശ കൊണ്ടിരിക്കുന്ന മക്കളെ കൊണ്ടുവരുന്നു. കടബാധ്യതയും സാമ്പത്തിക ഞെരുക്കവും നിമിത്തം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം എല്ലാ വാതിലുകളും അടഞ്ഞ വേദനയോടുകൂടി ഇരിക്കുന്നവരെ കൊണ്ടുവരുന്നു. പിതാവേ, ഇന്ന് തൊടണമേ, ഇന്ന് തൊടണമേ, ഇന്ന് അനുഗ്രഹിക്കണമേ. വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിട്ട് ഒരുപാട് വാതിലുകൾ മുട്ടി എല്ലായിടത്തും പരാജയപ്പെട്ട് മനം നൊന്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും ഇപ്പോൾ തൊട്ട് അനുഗ്രഹിക്കാൻ അങ്ങയുടെ അരികിലേക്ക് ഇതാ എടുത്തു വെക്കുന്നു. യേശുവേ, ഇതാ ഈ നിമിഷം ജീവിതത്തിൽ ഇത്തിരി സാമ്പത്തികമായി തകർന്ന് ഇനി ഞാൻ എന്ത് ചെയ്താലും എല്ലാം തകരുകയുള്ളൂ, എന്ത് ചെയ്തിട്ടൊരു മേൽഗതിയില്ല എന്ന അനുഭവത്തിൽ മനോപീഡയോടെ ഇരിക്കുന്ന ഓരോ മകനെയും ഓരോ മകളെയും അവിടെ നിന്ന് തൊടണമേ. ഈ രാത്രി കെട്ടുകൾ അഴിയുന്ന രാത്രിയാകട്ടെ. ഇപ്പോൾ അത്ഭുത വിടുതലിന്റെ സമയമാകട്ടെ. യേശുക്രിസ്തു ഞങ്ങളുടെ ദാരിദ്ര്യം അവിടുത്തെ ശരീരത്തിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി യേശുക്രിസ്തു ഞങ്ങളുടെ ദാരിദ്ര്യം ഏറ്റെടുത്തുവെന്ന് സന്തോഷത്തോടെ ലോകത്തോട് പറയാൻ തക്കവിധം ഇപ്പോൾ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ നടക്കട്ടെ. പ്രാർത്ഥനയിൽ മന്നിപ്പം ആധ്യാത്മികമായി ഞെരുങ്ങുകയും ആധ്യാത്മികമായി തകരുകയും ചെയ്ത മക്കളിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. ആത്മീയ സമൃദ്ധി നൽകണമേ. ഭാഷാവരങ്ങൾ, പ്രാർത്ഥനാവരങ്ങൾ, സഹനവരങ്ങൾ, ക്ഷമയുടെ വരങ്ങൾ, സ്നേഹത്തിന്റെ വരങ്ങൾ, അഭിഷേക വരങ്ങൾ കൊണ്ട് ഇപ്പോൾ ആധ്യാത്മിക സമൃദ്ധി നൽകി അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ആരോഗ്യം തകർന്നിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആരോഗ്യത്തിന്റെ മേഖല ഇപ്പോൾ അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ. രോഗങ്ങൾ, രോഗപീഠകൾ കർത്താവെ അവിടുന്ന് കാണണമേ. രോഗിയായി എന്നെ ഇനി ആർക്കും സുഖപ്പെടുത്താൻ പറ്റില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളെ ഈ രാത്രി ഇപ്പോൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും ഇപ്പോൾ യേശുവിന്റെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക, ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുക. ജായിറൂസിന്റെ മകളെ ഉയർപ്പിച്ച അതേ യേശു ക്രിസ്തു ഇന്ന് എന്നോട്, നിങ്ങളോട് മനസ്സലിവോടെ എന്റെയും നിങ്ങളുടെയും ഭവനത്തിൽ വന്നിരിക്കുന്ന സമയമാണിത്. യേശുവിനെ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയവനെ,
കടലിനെ ശാന്തമാക്കിയവന് എന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, എന്റെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് എന്നെ ശാന്തനാക്കാൻ, എന്റെ കുടുംബത്തിന്റെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ തകർച്ചകളിൽ നിന്ന് വിടിവിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. നിത്യസ്തുതിക്കേറ്റം യോഗ്യനേ, നിത്യനാം ദിവ്യകാരുണ്യമേ, എന്നുള്ളിലേറിയും സ്നേഹമേ, ആരാധന സ്തുതി സ്തോത്രം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം. പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എന്റെ പേര് ലോറൻസ് എന്നാണ്. എന്റെ ഭാര്യ സിജി, മോള് സാൻവിയൻ. കഴിഞ്ഞ 5 വർഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ബാബുചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്, സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എന്തായാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന്. അതിനനുസരിച്ച് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ കാലയളവിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച സ്ഥലത്തേക്ക് വീണ്ടും ചെല്ലുകയും 1 മാസത്തിന് ശേഷം ഞങ്ങൾ ചെക്കപ്പ് നടത്തുകയുമുണ്ടായി. അപ്പോൾ ആ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. അവൾ ഗർഭിണിയായി. ഇപ്പോൾ കൊച്ചിന് 1 വർഷം കഴിഞ്ഞു. ദൈവത്തിന് സ്തുതി. അഭിഷേകാഗ്നി പ്രേക്ഷകർക്ക് സെഹിയോൻ ടെലിവിഷന്റെ ക്രിസ്മസ് ആശംസകൾ. സെഹിയോൻ ടെലിവിഷന്റെ അഭിഷേകാഗ്നി ശാലോം ചാനലിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9 വരെ. പുനഃസംപ്രേഷണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മുതൽ 11:30 വരെ.